പിതാവ് സമ്മാനമായി നൽകിയ ഒരു വാച്ച് 65 രൂപയ്ക്ക് വിറ്റിട്ട് ഒരു 14-കാരൻ ബോംബെയിലേക്ക് വണ്ടി കയറി. പിന്നീട് അവിടെ ഏകദേശം ഒരു വർഷക്കാലത്തോളം ജോലി ചെയ്ത് തൻ്റെ അമ്മാവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശും കൂടി വാങ്ങിച്ചിട്ട് അയാൾ ലോഞ്ച് കയറിയിട്ട് ദുബായിൽ, അതായത് UAE ഗോർഫ് കാനിൽ വന്നിറങ്ങി. വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1970 ഏപ്രിൽ 23. ഇന്നേക്ക് 55 വർഷങ്ങളായി ആ മനുഷ്യൻ ഈ മണ്ണിൽ, UAE മണ്ണിലെത്തിയിട്ട്. കമറുദ്ദീൻ സാഹിബ് എന്ന കമറുക്കയാണ് അന്നത്തെ ആ 14-കാരൻ. അദ്ദേഹം ഇപ്പോൾ റാസൽ കൈമയിലുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. നമ്മൾക്കാ ഇപ്പോൾ എത്ര വയസ്സായി? ഇപ്പോൾ എനിക്ക് 70 വയസ്സ്. ഈ നവംബർ 13 70 വയസ്സായി. UAE വന്നിട്ട് എത്ര കൊല്ലായി? 55 വർഷം പൂർത്തിയാവും. ഏപ്രിൽ 30 ആകുമ്പോൾ 55 വർഷം. അതായത് 1970 1970 ഏപ്രിൽ 23 ഞാൻ ബോംബെയിൽ നിന്ന് ലാഞ്ച് കയറുന്നത്. 30 ഗോർഫുഖാനിൽ ഇറങ്ങി. ഈ ഞാനിങ്ങനെ കേട്ടത് ചെറുപ്പത്തിൽ തന്നെ ഭയങ്കര ആഗ്രഹം ഗൾഫുകാരൻ അല്ലെ പേർഷ്യക്കാരനാവണം. എവിടുന്ന് അങ്ങനെ ഒരു ആഗ്രഹം കൂടി? അത് അങ്ങനല്ല, ഗൾഫുകാരെന്ന് വെച്ചാൽ ഓരോരുത്തർ നമ്മുടെ അടുത്തൊക്കെ ഉള്ളൊരു കോയമ്പത്തൂരിൽ നിന്നും ബോംബെയിൽ നിന്നും എന്നൊക്കെ വരുന്നതൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ എവിടെയെങ്കിലും പോകണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ നേരെ ബോംബെക്ക് വന്നത്. ബോംബെ വന്ന് അവിടെ എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അവിടെ നല്ലൊരു സെറ്റപ്പിലുള്ളതാണ്. അങ്ങനെ അമ്മാവനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, എനിക്കിങ്ങനെ ലോഞ്ചിന് പോകണമെന്നുണ്ട്. അപ്പോൾ അമ്മാവൻ അന്വേഷിച്ചപ്പോൾ അന്ന് ലോഞ്ച് പോയതൊന്നും ഇങ്ങോട്ട് എത്തണില്ല, ഒക്കെ വെള്ളം കയറിയിട്ടും ഒക്കെ ആകെ പ്രശ്നങ്ങളാണ്, ഇപ്പം നീ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മാവൻ തന്നെ അവിടെ ഒരു ഹോട്ടലിൽ ഈ ബാർവാല, അതായത് സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ഫ്ലാറ്റിലൊക്കെ കൊണ്ടു കൊടുക്കുന്നു ബോംബെയിലെ ഹോട്ടൽ. ഹോട്ടലിൽ അമ്മാവൻ തന്നെ. അത് അങ്ങനെ ആ ജോലി കിട്ടില്ല, ആ ജോലി പിന്നെ ഭാഷയൊക്കെ അറിയുന്നവർക്കേ കിട്ടുള്ളൂ. പക്ഷെ അത് അമ്മാവൻ്റെ കെയർ ഓഫിലായതുകൊണ്ട് കിട്ടിയതാണ്. അങ്ങനെ ആ ജോലി അവിടെ ഒരു 11 മാസം, കഷ്ടി 10-11 മാസം ഞാൻ അവിടെ ജോലി ചെയ്ത്. അപ്പോഴാണ് അമ്മാവൻ വന്ന് പറഞ്ഞ് നിനക്കിങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മാവൻ തന്നെ 550 രൂപ കൊടുത്തിട്ട് ചെറിയൊരു പേപ്പറിൽ എഴുതി തന്ന്, പൈസ റിസീവ് എടുന്ന് പറഞ്ഞിട്ട് പേപ്പർ എഴുതി തന്ന്, ഈ പേപ്പർ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, ഈ ബോംബെയിലെ കാലം ഉണ്ടല്ലോ, അതിന് മുന്നേ ശരിക്കും ഈ നാട്ടിൽ നിന്ന് വരുന്നത് ഒരു ഗൾഫിൽ നിന്ന് അത് മലേഷ്യയിലായിരുന്നു. അപ്പം മലേഷ്യയിൽ നിന്ന് വന്നപ്പോൾ ഇങ്ങനെ ഒരു വാച്ച് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഗിഫ്റ്റായിട്ട് തന്നു. അപ്പോൾ ആ വാച്ച് കഴിയുമ്പോണ്ട് പിന്നെ വീട്ടിൽ പഠിത്തവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉഴപ്പി നടന്നപ്പോൾ എല്ലാവർക്കും എന്നോട് ഒരു ഇഷ്ടക്കുറവ് കണ്ടപ്പോൾ ഞാൻ ആ പതുക്കെ വീട്ടിൽ പറയാതെ വാച്ച് വിറ്റിട്ട് 65 രൂപയ്ക്കണ്ട വിറ്റാന്ന്. 65 രൂപയ്ക്ക് വിറ്റാണ്. ആ പൈസയും കൊണ്ട് നേരെ വീട്ടിലൊന്നും പറയാതെ ബോംബെ വന്ന്. ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? അമ്മാവൻ അവിടെ ഉള്ളതാണോ ബോംബെക്ക് വരാനുള്ള ധൈര്യം? അമ്മാവനോട് ഉണ്ടല്ലോ എന്നുള്ള ധൈര്യം തന്നെ. അവിടെ വന്ന് ആരുമില്ല, അമ്മാവൻ്റെ കെയർ തന്നെ അവിടെ ജോലിയും ചെയ്ത്. പിന്നെ ലാഞ്ച് 10 മാസം 11 മാസത്തോളം ഞാൻ അവിടെ നിന്ന് ജോലി ചെയ്തിട്ട്. അത് പിന്നെ അമ്മാവൻ തന്നെ ഇങ്ങനെ വന്ന് പൈസ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ പൊയ്ക്കോന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം ഞാനൊരു ലെറ്റർ എഴുതിയിട്ട് 23 ഞാൻ പോരുക ലാഞ്ചിന്. ഒരു ലെറ്റർ എഴുതിയിട്ട് അമ്മാവൻ്റെ കയ്യിൽ കൊടുത്ത് ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്ന് പോസ്റ്റ് ചെയ്താൽ മതി എന്നിട്ട് വീട്ടിലേക്ക്. അപ്പോഴാണ് വീട്ടിലറിയുന്നത്. അതായത് നാട്ടിൽ നിന്ന് പോകുന്ന ഒരു വർഷം കഴിഞ്ഞിട്ടാണ്? അല്ല, അതിലിടയ്ക്ക് ബോംബെയിലുള്ള പിന്നെ കോൺടാക്ട് വിവരങ്ങളൊക്കെ അറിയാറുണ്ട് അമ്മാവൻ്റെ അടുത്തുള്ള അമ്മാവൻ്റെ ഗറൂപ്പിലൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് കയറി പോരുമ്പോൾ ലോഞ്ചിന് വരുമ്പോൾ വീട്ടിലൊന്നും അറിയിച്ചില്ല. അപ്പോഴും അവർ ബോംബെയിലുണ്ടെന്നുള്ളതാണ് ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ അമ്മാവൻ്റെ എല്ലാം എഴുതി കൊടുത്തിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇതൊരാഴ്ച കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്താൽ മതി എന്നിട്ട് അമ്മാവനെ ഏൽപ്പിച്ചു. കാരണം ഒരാഴ്ച കൊണ്ട് എങ്ങനെയെങ്കിലും എത്തുകയാണെങ്കിലോ എന്നുള്ളതിൽ സമാധാനിച്ചുള്ളൂ. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഗോർഫുഖാനിൽ ലാഞ്ചിറങ്ങി. അപ്പോൾ എൻ്റെ കൂടെ എനിക്കാരും ഇല്ലായിരുന്നു, ഒറ്റയ്ക്കുള്ളൂ ഞാൻ. പക്ഷേ ലോഞ്ചിൽ കയറിയപ്പോൾ 1-2 ഒരാളെ നമ്മുടെ ഒരു അയൽവാസിൻ്റെ നാട്ടുകാരൻ തന്നെ പരിചയപ്പെട്ട്. അപ്പോഴാണ് കാണുന്നത് ലോഞ്ചിൽ വെച്ച് കണ്ടതാണ്. അവനെ കണ്ടപ്പോൾ അവൻ്റെ കൂടെ ഉള്ള 2-3 ആൾക്ക്, അങ്ങനെ ഞങ്ങളൊരു 4-5 ആൾക്കാർ കമ്പനി. അതിനെ പിന്നെ ലാഞ്ചിൽ വെച്ച് പിന്നെ ഞങ്ങൾ കമ്പനിയായി. അപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ ബോംബെയിൽ നിന്ന് കഴിച്ചിട്ടാണല്ലോ വന്നത്. പിന്നെ അന്ന് രാത്രി അവർ ഞങ്ങൾക്ക് ഈ പരിപ്പും ചോറും കൂടിയൊക്കെ
ലോഞ്ചിൽ തന്നെ വെച്ചിട്ടുണ്ടാക്കിയിട്ട് തന്നു. അതൊന്നും ആരും കഴിച്ചില്ല. പിന്നത്തെ ദിവസമൊക്കെ ഇവർ മീൻ പിടിക്കും, ചൂണ്ടിട്ടിട്ട് വലിയ മീൻ പിടിക്കും. എന്നിട്ട് അതുകൊണ്ട് ചോറും മീനും കൂടിയിട്ട് എടുത്ത് ഉണ്ടാക്കി തരും. എത്ര ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ ആകെ യാത്ര? 7 ദിവസം. 7 ദിവസം യാത്ര ഉണ്ടായിരുന്നു അല്ലേ? അത് ഇവർക്ക് അറിയില്ല എത്ര ദിവസം എത്തുക എന്നുള്ളത്. അവർ നമ്മളോടിട്ട് പറയില്ല എന്നാ എത്തണ്ട, അവർക്കും അറിയില്ല എന്നാ എത്തുക എന്നുള്ളത്. ഇത് ഈ കാറ്റ് പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ പായ്ക്കപ്പലാണല്ലോ. അപ്പോൾ അവർ വെള്ളം 2 വലിയ ടാങ്ക് വെള്ളം അതിലുണ്ട്. പക്ഷെ കുടിക്കാൻ നമ്മൾ ഒരു കാവ കുടിക്കുന്ന പാത്രത്തിൽ വെള്ളം തരുള്ളൂ. കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ അടിക്കും. നമ്മൾ വിറകെടുത്തിട്ട് കത്തിക്കുന്ന വിറകുണ്ട്. അവര് ഹിന്ദിക്കാർ അവര് ഗുജറാത്തികൾ, ഒരു കച്ചികൾ എന്നിട്ട് ഗുജറാത്തിലൊരു അതിൽ പെട്ട ആൾക്കാരാണ്. അവർ നീഗ്രോ കണ്ടാ നീഗ്രോമാരുണ്ട്, കറുത്തിട്ട് ഒരു സ്നേഹമില്ലാത്ത ആൾക്കാർ. അങ്ങനെ അവിടുന്ന് ആ 7-ാം ദിവസം ഞങ്ങൾ ആദ്യം അപ്പോൾ ഈ ലോഞ്ചിൻ്റെ 2 സൈഡിലും ചെറിയ തോണി കെട്ടിയിട്ടുണ്ട്. അത് ഇറക്കിയിട്ട് അതിലേക്ക് 4 ആളെ 5 ആളെ ഇറക്കിയിട്ടാണ് കരക്ക് കൊണ്ട്, കരക്കെന്ന് പറഞ്ഞാൽ അപ്പോഴും അരക്ക് മേലെ വെള്ളം ഉണ്ടാവും, അവിടെ കൊണ്ടുവിടുക. അങ്ങനെ ആദ്യത്തെ പിന്നെ തോണിയിൽ 3 തോണി പോയാൽ അവർ 3 പേരും പോലീസ് പിടിച്ച് 3 തോണി ഇറക്കിയപ്പോൾ കരക്കിറങ്ങിയപ്പോൾ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ 4-ാമത്തെ തോണിയിൽ ഞാനുണ്ട്. അപ്പോൾ അത് തിരിച്ച് ലാഞ്ചിലേക്ക് തന്നെ കൊടുന്ന് കയറ്റിയിട്ട് പിന്നെ ഒരു രാത്രി അവിടെ കിടന്ന് കറങ്ങിയിട്ട് പിറ്റേ ദിവസമാണ് ഇറങ്ങണത്. ഈ പോലീസ് പിടിച്ച പിന്നെ എന്താണെന്നുണ്ടായിരുന്നു സംഭവിക്കുക? അവര് തിരിച്ച് ഇവിടെ നിൽക്കണേ, ഇവിടെ നിൽക്കാൻ അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് തന്നെ ലോഞ്ചിൽ തന്നെ വിടും. ഇല്ലേ വിടും അല്ലേ? നിൽക്കണ്ട വേണമെങ്കിൽ നിൽക്കാം. അതായത് അന്നത്തെ സ്ഥിതി. അന്ന് വലിയ ഇതൊന്നുമില്ല. പക്ഷെ ഇതാണ്, ആരെങ്കിലും കള്ളത്തരത്തിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അവർ പിടിക്കും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ ഇറങ്ങാൻ സമയത്ത് പിന്നെ കരക്ക് എത്താറായി എന്ന് കണ്ടപ്പോൾ ഈ അടയാളപ്പാറയുടെ ഇത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി എത്താറായി. അപ്പോൾ പിന്നെ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും വെള്ളം ഓരോ സ്റ്റീലിൻ്റെ കപ്പിൽ വെള്ളം കുടിപ്പിച്ചിട്ട് ഇറക്കി. വെള്ളം ബാക്കിയായി. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ശരിക്കും ഫുൾ ഗ്ലാസ് വെള്ളം കുടിക്കുന്നത്. അങ്ങനെ അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കരകിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നേരം വെളുത്തെന്ന് അറിയുമ്പോൾ നടന്നാൽ മതി. 2 ആളായിട്ട് നടക്കാവൂ, ഒന്നിച്ച് നടക്കരുത്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ കടപ്പുറത്ത് തന്നെ ഞങ്ങൾ ഇരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ കരയുന്ന സൗണ്ടൊക്കെ കേട്ടപ്പോൾ നേരം വെളുക്കാറായി എന്നുള്ള രീതിയിൽ ഞങ്ങൾ നടന്ന് 2 ആൾ. അപ്പോൾ ഇങ്ങനെ ഈത്തപ്പൻ്റെ തോട്ടത്തിൽ കൂടെ ഒക്കെ നടക്കണ ഈത്തപ്പഴം പൊട്ടിച്ച് തിന്നും, കിണറുണ്ട്, കിണറ്റിലെ വെള്ളം കോരി കുടിക്കും. അങ്ങനെയൊക്കെ കുറേ നടന്നിട്ടാണ് കോർഫുഖാൻ, ഇപ്പോഴത്തെ കോർഫുഖാൻ പിന്നെ സീപോർട്ടൊക്കെ നിൽക്കുന്ന സ്ഥലം, അവിടെ എത്തി. അവിടെ ഈ പറഞ്ഞ ഹോട്ടൽ, കാലിക്കറ്റ് ഹോട്ടൽ, അന്ന് കാലിക്കറ്റ് ഹോട്ടൽ, ഇപ്പം ന്യൂ കാലിക്കറ്റായി. ഞാൻ ഇതിനിടയ്ക്ക് ചോദിക്കട്ടെ, ഈ കപ്പലിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം കണ്ടു അല്ലെങ്കിൽ അതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കപ്പലല്ലേ ഇതൊരു ലോഞ്ച് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വലിയൊരു ഈ മീൻ പിടിക്കാനോ കൊണ്ടുപോകുമ്പോഴത്തൊരു ലോഞ്ച് പ്രത്യേകമാതിരി തന്നെ. അപ്പം അതിന് താഴെ ഉള്ളി സബോള കയറ്റിയിട്ടുണ്ട് അവിടുന്ന്, അതിങ്ങോട്ട് ദുബൈക്ക് കൊണ്ടുവരിക. ഈ സബോള കയറ്റിയിട്ടിട്ടും കുറച്ച് ദിവസമായിന്ന് തോന്നുന്നു. അത് കുറേയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഗ്യാസ് അടിക്കുന്നുണ്ട്. അപ്പം ഇവരെ ഞങ്ങളെല്ലാവരും അതിൻ്റെ ഉള്ളിലിരുത്തുക. ഈ മേലെ തട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കോണി വെച്ചിട്ട് എല്ലാവരും അതിൻ്റെ മേലേക്ക് കയറ്റി എല്ലാവരും കാറ്റ് കൊള്ളാൻ വേണ്ടി അവിടെ ഇരുത്തും. ഏതെങ്കിലും വല്ല ഈ കസ്റ്റംസിൻ്റെ ബോട്ടോ എന്തെങ്കിലും ലേറ്റ് കാണുമ്പോൾ എല്ലാറ്റിനും താഴെ ഇറക്കും. രാത്രിയാണോ പുറത്ത് ഇറക്കല്? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല, പകലോ ഇടയ്ക്കിടയ്ക്ക് അവർ പുറത്ത് കയറ്റിയിട്ടും. അപ്പോൾ ഇതിൽ അതിലിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ലേറ്റ് കണ്ടാൽ അപ്പോൾ അവരെല്ലാവരും താഴത്ത് ഇറക്കും. അങ്ങനെ ഒരു ദിവസം താഴത്തിറങ്ങാൻ ഒരുത്തനും വയ്യാതെ അവിടെ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ഇവർ പെട്ടെന്ന് കാലുകൊണ്ട് ഇങ്ങനെ തള്ളി അവൻ കഴുത്ത് കുത്തി വീണ് മരിച്ച് അവനെടുത്തിട്ട് അപ്പം തന്നെ കടലിലേക്ക് ഇട്ട്. അതാണ് ആകെ അതിലൊരു മറക്കാൻ പറ്റാത്ത സംഭവം ഉണ്ടായില്ല. ആളെ മരിച്ചാളെ നേരെടുത്ത് കടലിലേക്ക് ഇട്ട് ആ ഒരാളെ തന്നെ മരിച്ചോളൂ. അന്ന് പിന്നെ തന്നെ ആര് മരിച്ചാലും എന്തായാലും ആർക്കും ഒന്നും അറിയില്ല, അഡ്രസ്സും കാര്യങ്ങളും ഒന്നും അറിയില്ല, ആരാണ് എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ എന്നിട്ട് വരെ അപ്പോൾ എൻ്റെ അന്ന് ഷാർജയിൽ റോളയിൽ എൻ്റെ ഒരു കുടുംബക്കാരുണ്ട്, എൻ്റെ ഒരു എളാപ്പാടെ ഒരു വകയിലൊരു ജ്യേഷ്ഠനെയും മക്കളുടെ ഒരു എളാപ്പ. അങ്ങനെ മൂപ്പരായിട്ട് ഞാൻ ദുബൈയിൽ നൈഫ് റോട്ടിൽ അവിടെ പോയപ്പോൾ ഈ ജാഞ്ചിലുണ്ടായിരുന്ന ഈ കറുപ്പന്മാർ അവിടെ വെച്ചിട്ട് കണ്ടു ഞാൻ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി. അല്ലല്ല, അന്ന് തന്നെ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ബജാറിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ്ട് കൊണ്ടുപോകാനേ. അപ്പോൾ ഇവരെ അവിടെ ബജാറിൽ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പം ഞാൻ കണ്ടു ഇവരെ അവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് അവർ ഇവിടുന്ന് അങ്ങോട്ട് കുറേ സാധനം കൊണ്ടുപോകും, അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും, അതിലിടയ്ക്ക് ഇവിടുന്ന് ആളെ കൊണ്ടുപോകും, അവിടുന്ന് ഇങ്ങോട്ട് കുറേ ആളെ കൊണ്ടുവരും. ഇവിടുന്ന് അധികം ആളൊന്നും കൊണ്ടുപോകില്ല, കാരണം ഇവിടെ അവർക്ക് അത് പറ്റില്ല. അവിടെ നിന്ന് പറഞ്ഞാൽ അതിനെ ആൾക്കാരെ വിളിക്കാനും പിടിക്കാനും ഒക്കെ ഏജൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എങ്ങനെയെങ്കിലും വല്ല ഒരു രേഖയൊന്നും ഇല്ലാത്തവർ പോകണമെങ്കിൽ അവർ കൊണ്ടുപോകും. എന്നിട്ട് ഇവിടെ നമ്മുടെ ഗോർഫുഖാനിൽ വന്ന് ഇറങ്ങിയിട്ട്
അവിടെ വന്ന് ഇറങ്ങി ഞാൻ ഈ പറഞ്ഞ ഹോട്ടലിൽ കാലിക്കറ്റ് ഹോട്ടലിൽ അവിടെ പോയി. അവിടുന്ന് അന്നൊരു ദിവസം രാത്രി അവിടെ നിന്ന് ഹോട്ടലിൽ പിന്നെ ഭക്ഷണമൊക്കെ അവർ തന്നതിനൊന്നും പൈസ ഒന്നും മേടിച്ചില്ല. അവർ അങ്ങനെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് അങ്ങനെ സഹായമൊക്കെ ചെയ്യുന്നുണ്ട് ആ കാലത്ത്. അന്ന് ഒരു കഞ്ഞി മൗലാന എന്നിട്ടൊരാളുണ്ടായിരുന്നു ആ ഹോട്ടൽ. അയാൾക്ക് ദുബൈയിലും ഉണ്ടായിരുന്നു. അയാൾ മരിച്ച് അവിടെ ജോലി ചെയ്തിരുന്ന ആളാണ് ഇപ്പോൾ ആ ഹോട്ടൽ നടത്തുന്നത്, സിദ്ദീഖ്. അയാളുടെ ഫാമിലിയും മക്കളും ഒക്കെ ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ ഇപ്പോൾ താമസിക്കുന്നത്. അവിടുന്ന് തന്നെ അവരെന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഷാർജയിൽ പോകണമെങ്കിൽ ഒരു വണ്ടി വിടുന്നു ഏർപ്പാടാക്കി തരാൻ തന്നെ ഒരു ബദു. ഈ ഷാർജയിലേക്ക് പോകാനുള്ള കാരണം എന്താ? ഷാർജയിൽ ഇവിടെ ആളുണ്ടെന്നുള്ള അങ്ങനെ അവിടുന്ന് അവരൊരു ലാൻഡ് റോവർ, അന്ന് കാറൊന്നുമില്ല, ലാൻഡ് റോവർ ഉണ്ട്. ലാൻഡ് റോവറിൽ ഇന്ത്യൻ്റെ പൈസ 45 രൂപ കൊടുത്തിട്ട് ഷാർജ വന്ന് ബാക്കി കുറച്ച് പൈസ കയ്യിലുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജോലി ചെയ്ത് കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഷാർജ വന്ന് അവിടെ ഈ റോഡയിൽ ഒരു ഹോട്ടലുണ്ടായിരുന്നു. ആ ഹോട്ടലിൽ അന്ന് അവിടെ നിന്ന് അപ്പോഴത്തേനും ഞാനിങ്ങനെ വന്നെന്ന് എങ്ങനെ അറിഞ്ഞിട്ട് എൻ്റെ ഒരു നാട്ടുകാരെ അയൽവാസി ഇവിടെ റാസക്കമ്മേനുണ്ടായിരുന്നു ഷെയ്ഖിൻ്റെ അവിടെ. അയാൾ തന്നെ വന്ന് ഇങ്ങോട്ട് കൊടുന്ന് ഷെയ്ഖിൻ്റെ അവിടെ ഏൽപ്പിച്ച് വീണ്ടും അല്ല ആദ്യമായിട്ട് റാസക്കമ്മ അങ്ങനെയാണ്. അങ്ങനെ വന്ന് ഇവിടെ ഷെയ്ഖിൻ്റെ വീട്ടിൽ നിന്ന് 10 കൊല്ലത്തോളം ഷെയ്ഖിൻ്റെ വീട്ടിൽ നിന്ന്. ഷെയ്ഖിൻ്റെ വീട്ടിലായിരുന്നു 10 വർഷം, ആദ്യത്തെ വർഷം ഒരു 80 വരെ അല്ലേ? 80 വരെ. 80-ൽ ഷെയ്ഖിൻ്റെ കറോപ്പിൽ തന്നെ ഞാൻ സാഗർ ഹോസ്പിറ്റലിൽ ടെലിഫോൺ ഓപ്പറേറ്റർ കയറി 2006 വരെ. അതായത് അവിടുന്ന് പിന്നീടുള്ള ഒരു 25 വർഷം സാഗർ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. സ്റ്റാർ ഹോസ്പിറ്റലിലായിരുന്നു. അതിലിടയ്ക്ക് ഞാനൊരു 5 വന്ന് പിന്നെ 5.5 കൊല്ലം എനിക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല. 5.5 ഉപ്പത് മലേഷ്യയിൽ പോയി ഇവിടെ നാട്ടിൽ നിന്ന് പാസ്പോർട്ട് എടുത്തിട്ട് മലേഷ്യയിൽ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു KT കുഞ്ഞുമ്മ എന്നിട്ടൊരു ഫിലിം പ്രൊഡ്യൂസർ ജെൻ്റൽമാൻ എന്ന് പറഞ്ഞിട്ട് മദ്രാസിലാണ്. അവനാണ് അവനക്ക് അന്ന് എറണാകുളത്ത് ഒരു ഓഫീസൊക്കെ ഉണ്ടായിട്ട് പാസ്പോർട്ട് എടുത്ത് കൊടുക്കാനോ ടിക്കറ്റ് എടുക്കുക അങ്ങനെയൊക്കെ പണി നടക്കുക. അപ്പോൾ അവനെ ഏൽപ്പിച്ചു. അവന് പാസ്പോർട്ട് എടുത്തിട്ട് വീട്ടിൽ ഉപ്പാനെ ഏൽപ്പിച്ചു. ഉപ്പ മലേഷ്യ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എനിക്ക് പോസ്റ്റിൽ ഇങ്ങോട്ട് അയച്ചെന്ന്. എന്നിട്ട് ഞാൻ ഷെയ്ഖിൻ്റെ വിസ എടുത്ത് ബന്ദ്രാബാസിൽ ഇറാനിൽ പോയി വിസ ആക്കി. എന്നിട്ട് അപ്പോഴേക്കും 5.5 വർഷം കഴിഞ്ഞ് നാട്ടിൽ പോകും. 5.5 വർഷം നാട്ടിൽ നിന്ന് പോന്നിട്ട് അതൊക്കെ ഉണ്ട്. ഫോൺ ചെയ്യാനൊക്കെ പറ്റും. ഫോൺ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇത്തിസലാത്തിൻ്റെ കൗണ്ടറിൽ പോയിട്ട് നമ്പർ എഴുതി കൊടുത്തിട്ട് കാത്തിക്കണം. നാട്ടിലത്തെ ഫോൺ നമ്പറൊക്കെ അന്ന് പോരുമ്പോഴേ നമ്പറൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ അതിപ്പോൾ എവിടെയെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അവരും ഇതേപോലെ അവിടെ വന്ന് അങ്ങനെയൊക്കെ ആയിട്ട്. ഇവിടെ ഈ ബൂത്തും കാര്യങ്ങളൊന്നും അന്ന് തുടങ്ങിയിട്ടില്ല. പിന്നെ ഈ കൗണ്ടറുകളാണ് ഉണ്ടായിരുന്നത് അങ്ങനെ. അത് ഇത്തിസലാത്തിൽ നമ്മൾ ടെലിഗ്രാം ഇതിലൊക്കെ പോസ്റ്റിൽ കാത്തിക്കണ മാതിരി അവിടെ പോയി നമ്പർ എഴുതി കൊടുത്തിട്ട് ക്യൂവിൽ നിൽക്കണം. അങ്ങനെയാണ് അവർ വിളിച്ചു തരും. റസൽ കൈമയിൽ ഉണ്ടായിരുന്നു അങ്ങനെ. 5.5 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാട്ടിൽ പോയത്. അതിലിടയ്ക്ക് ഞാൻ ജ്യേഷ്ഠനായിട്ട് കൊടുന്നു. അനിയനെ ഞാൻ തന്നെ കൊടുത്തു. അനിയനെ അവിടെ കടയൊക്കെ ഇട്ട് കൊടുത്ത്, ജ്യേഷ്ഠനും ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ഇട്ട് കൊടുത്ത്. ഒന്നും വിജയിച്ചില്ല. അനിയൻ പിന്നെ കുറേ കാലം നിന്നിട്ട് മതിയാക്കി പോയി. ഇതാണ് ഇവിടുത്തെ ഒരു ജീവിതത്തിൻ്റെ ആകത്തുക. പിന്നെ ഞാൻ ഒരു 5.5 വർഷം കഴിഞ്ഞ് നാട്ടിൽ പോയി വന്ന് വീണ്ടും നാട്ടിൽ പോയപ്പോഴാണ് കല്യാണം കഴിഞ്ഞത്. അത് ഈ പറഞ്ഞ മാതിരി ഞാനങ്ങനെ കുറച്ച് ദൂരെയാണ് കല്യാണം കഴിച്ച്. ഞാൻ മുണ്ടക്കയം എന്ന് പറയും, കോട്ടയം. ഒരു പാവപ്പെട്ട പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് കൂടെ കൊടുക്കുന്നത്. കല്യാണം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് കൂടെ കൊടുത്തു. അത് ആദ്യത്തെ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴാണ് ഉണ്ടാകുന്നത്? 5.5 രണ്ടാമത്തെ പ്രാവശ്യം. അല്ല, അന്ന് പോകുമ്പോഴും 30 വയസ്സായി. അന്ന് പോയിട്ട് തിരിച്ചു വന്ന് പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടുണ്ടോ തന്നെ ഞാൻ പോയതും തോന്നുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അന്ന് ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ ബോംബെ വഴിക്കാൻ പോയത്. ബോംബെയിൽ വെച്ചിട്ട് അവർ കുറേ എന്നെ ബുദ്ധിമുട്ടിച്ച്. കാരണം നീ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ പോയെന്ന് ചോദിച്ചിട്ട് തിരിച്ച് അവിടെ ഇറങ്ങിയപ്പോലെ. നീ എങ്ങനെ അവർ പൈസ കിട്ടാൻ വേണ്ടി കുറേ ക്വസ്റ്റ്യൻ ചെയ്ത്, നീ എങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പോയി, ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറേ ഇതാക്കി. എങ്ങനെയാണ് അതിന്? അത് ഒരു പ്യൂണിന് ഇച്ചിരി പൈസ കൊടുത്തിട്ട് അവൻ തന്നെ ഒരു ഓഫീസിൽ ചെന്ന് കൊണ്ടുപോയി എന്നെ. അവിടെ ചെന്നപ്പോൾ ഒരു കാക്കി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ, ഒരു പ്യൂണ് ഡോറിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ആളുണ്ട്. അയാൾ എന്നെ തോണ്ടിയിട്ട് എന്നോട് വന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ തന്നെയാണ്. അങ്ങനെ അവൻ്റെ കയ്യിൽ ചെറിയ പൈസ കൊടുത്തപ്പോൾ കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്ന പ്രശ്നമൊന്നും ഉണ്ടായില്ല. തിരിച്ച് ഞാൻ ബോംബെ വരുമ്പോൾ അപ്പോഴും പ്രശ്നം ഉണ്ടായി. അപ്പോഴും അവർ കുറേയൊക്കെ മെനക്കെട്ട് നോക്കി. പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയത് തിരിച്ചു വന്നൊക്കെ പ്രൂഫ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അവർ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബോംബെ കഴിക്കാൻ പോയിട്ടില്ല. ഈ ഇവിടെ വന്ന് ആദ്യം ഇവിടുന്ന് ഷാർജയിലേക്ക് പോകുന്നു. ഉറപ്പുക്കാൻ
പിന്നെ റാസൽ കൈമിൽ വരുന്നു. എപ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് മാറി ജോലിയൊക്കെ ഒന്ന് മാറണം ബാക്കി, അതായത് അന്നത്തെ കാലത്ത് പിന്നീട് ഇങ്ങനെ ദുബായിയൊക്കെ ഉള്ള കൂടുതൽ ഇങ്ങനെ വളരാൻ തുടങ്ങി. അപ്പോൾ ഇവിടുന്ന് അന്നൊന്നും റാസൽ ആർക്കും അറിയില്ല. ആർക്കും അറിയില്ല. എല്ലാവരും ഇപ്പോൾ ഇവിടുന്ന് ഫോൺ ചെയ്യുമ്പോൾ പറയാം ഞാൻ ദുബായിൽ നിന്ന് വിളിക്കണമെന്ന് പറയുള്ളൂ. റാസൽ വളരെ കുറെ മുന്നേ അറിയാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങോട്ട് ദുബായിക്ക് മാറണം അങ്ങനെയൊന്നുമില്ല. ഞാനിവിടെ ഷെയ്ഖുമാരുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം വീട് പോലെ അവരുടെ ഇടയിൽ കിടന്ന് ജീവിച്ച് എനിക്ക് ഒരു 75 പിന്നെ അപ്പൻഡിക്സിൻ്റെ അസുഖം ഉണ്ടായി. ആ ഷെയ്ഖ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ഷെയ്ഖ് ഡോക്ടറാണ്, അയാൾ സർജനാണ്. അയാളുടെ വീട്ടിലായിരുന്നു ഞാൻ. ഞാൻ ഇവിടെ വരുമ്പോൾ അയാൾ പഠിക്കുകയാണ് ജനീവയിൽ. പഠിത്തം കഴിഞ്ഞ് വന്ന് അയാൾ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും എല്ലാ പേപ്പറും സൈൻ ചെയ്ത് കൊടുത്ത് ഓപ്പറേഷൻ ചെയ്തതും ഒക്കെ. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഒരു കുടുംബമാതിരി തന്നെ നോക്കിയിരുന്നു അവരൊക്കെ. അപ്പോൾ ആ ഷെയ്ഖ് മരിച്ച്, ഷെയ്ഖിൻ്റെ ഉമ്മ മരിച്ച്, പെങ്ങൾ മരിച്ച്, അതുവരെയൊക്കെ അവരെന്നെ മോനെന്ന് വിളിക്കുള്ളൂ. ഇപ്പോൾ പിന്നെ മരിക്കുന്നത് വരെ എനിക്ക് പൈസ ഓരോ പെരുന്നാൾ വരുമ്പോഴും നോമ്പ് വരുമ്പോഴൊക്കെ പൈസ ഒക്കെ കൊടുത്തയക്കും, ഡ്രൈവറുടെ അടുത്ത് കൊടുത്തയക്കും, അല്ലെങ്കിൽ എന്നെ വിളിക്കും, ഞാൻ പോയി മേടിക്കും. അങ്ങനെയൊക്കെ വലിയ കാര്യത്തിലായിരുന്നു. അത് കാരണം നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ലല്ലോ. അല്ലെങ്കിൽ അന്ന് ഞാൻ ഇവിടുന്ന് പോയിരുന്നെങ്കിൽ എനിക്ക് രക്ഷപ്പെട്ടു പോകുമായിരുന്നു. അന്ന് 100 ദിർഹം എനിക്ക് ശമ്പളം. അതായത് ഈ 70 കുറേ കാലം ഈ 100 ദിർഹം തന്നെ ശമ്പളം. പക്ഷെ വേറെ ചിലവൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് നടക്കും. പണിയൊന്നും അധികമില്ല. അന്നത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖുമാരുടെ വീട്ടിലൊന്നും ഇതുപോലത്തെ ഇന്നത്തെ മാറ്റല്ലേ. ഒരു പച്ചരിച്ചോറും ഒരു മീൻകറിയും കഴിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം കുമ്പൂസും മേടിക്കും, ആ കറി ബാക്കിയില്ല, അതും കൂടിയൊക്കെ കഴിക്കുള്ളൂ. ഇപ്പോഴല്ലേ വീട്ടുകളിലൊക്കെ ഇംഗ്ലീഷ് കുക്കും 2-3 സൈസ് കുക്കും ഒക്കെ ആയിരിക്കും. അന്നത്തെ മാതിരിയല്ല. അന്ന് 2-3 വീട്ടിലൊക്കെ ഞാൻ ജോലി ചെയ്യും. കാരണം ഒരു പച്ചരിച്ചോറും ഒക്കെ 15 മിനിറ്റ് സമയമേ വേണ്ടു. ഒരു മീൻകറി, അതൊരു വെള്ളം പോലത്തെ മീൻകറിയാണ്. പിന്നെ അതിൻ്റെ കൂടെ പിന്നെ ഈത്തപ്പഴവും ഒരു സൈസ് പുല്ലുണ്ട്, അത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവർ കഴിക്കുന്നത്. അന്ന് ഇതുപോലെ അസുഖമില്ല, ഒരു AC ഉള്ളൊരു വീടുമില്ല. ഷെയ്ഖിൻ്റെ വീട്ടിൽ പോലും അന്ന് AC ഇല്ല. ഈ അന്നത്തെ കാലത്ത് 100 ദിർഹത്തിന് എന്തൊക്കെ കിട്ടും? അന്ന് 100 ദിർഹത്തിന് എന്തൊക്കെ കിട്ടും? ചില ഇഷ്ടം പോലെ പൈസ. 35 പൈസ ഒരു ടിക്കറ്റ് സിനിമ കാണാൻ പോകാൻ 35 പൈസ ഉണ്ട്. ഞാൻ മിക്കവാറും ദിവസം മലയാളം ഫിലിം കൊണ്ട് തന്നെ ഒക്കെ പോകും. ഓപ്പൺ തിയേറ്റർ, മിക്കല്ലൊരു ഓപ്പൺ തിയേറ്റർ ഉണ്ടായിരുന്നു മിക്കവാറും ദിവസം. കാരണം മലയാളികളൊന്നുമില്ല ആരോടെ സംസാരിക്കണം. അപ്പോൾ അത് കാണാനും കേൾക്കാനായിട്ട് ഞാൻ 35 പൈസ മലയാളം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പോയിരുന്നത്. വേറെ ആരും മലയാളം പറയാനില്ല. അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓപ്പൺ തിയേറ്റർ അല്ലേ. അപ്പോൾ ഈ തണുപ്പ് സമയത്തൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ കാലൊക്കെ തരിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ തീയിട്ട് ചൂടാക്കിയിട്ടൊക്കെ അങ്ങനത്തെ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ ഒന്നുമില്ല, അസുഖങ്ങളും ഇല്ല, ഒരു കുഴപ്പമില്ലായിരുന്നു, സുഖമായിട്ട് പോയിരുന്നു. ഇപ്പോൾ AC ഇല്ലാതെ വണ്ടി കയറുമ്പോൾ AC ഇല്ലാതെ പറ്റില്ല. അന്ന് വണ്ടിയിലൊന്നും AC ഇല്ല, കാറൊന്നും ഇല്ല ഇവിടെ. ഇപ്പം ഈ റോഡൊന്നും അന്നില്ല, ഒക്കെ പൂഴിയായിട്ട് കിടക്കുക. ഈ വന്നപ്പോൾ ആദ്യത്തെ ഒരു പ്രശ്നം ഭാഷ ഭയങ്കര പ്രശ്നമായിട്ടുണ്ടാവും. അതുണ്ടായിരുന്നു. അത് എങ്ങനെ പിന്നെ ഈ ഷെയ്ഖിൻ്റെ വീട്ടിലേക്കൊക്കെ പോകും? ഷെയ്ഖിൻ്റെ വീട്ടിൽ നിന്നിട്ട് കുട്ടികളും അതൊക്കെ പറഞ്ഞ് പഠിച്ചതാണ് ഞാൻ. കാരണം അവര് പിന്നെ വീട്ടിലെ ജോലിയാണല്ലോ. അപ്പോൾ വീട്ടിൽ സംബന്ധമുള്ള എന്തെങ്കിലും കത്തി എടുത്തോണ്ടാൻ പറയും. അവര് പറയണത് നമുക്കറിയില്ല. അപ്പോൾ കിച്ചണിൽ പോയിട്ട് എന്തെങ്കിലും എടുത്തുകൊണ്ട് കൊടുക്കും. അപ്പോൾ അവരെന്നെ ചീത്ത പറയും ചെയ്യും, അത് പറഞ്ഞ് മനസ്സിലാക്കി തരും ചെയ്യും. അങ്ങനെയാണ് പഠിക്കുന്നത്. ഇത് സച്ചിനാണ് എന്ന് പറഞ്ഞ് കുട്ടികൾ മനസ്സിലാക്കി തരും. അങ്ങനെ ഓരോന്നും പഠിക്കുന്നത്. അതുപോലെ ഭക്ഷണത്തിൻ്റെ പേരുകളും കാര്യങ്ങളും ഇതൊക്കെ അവർ പറഞ്ഞ് പഠിപ്പിക്കും, ചീത്ത പറയും, എന്നാലും പറഞ്ഞു തരും. അതല്ല എന്ന് പറയുമ്പോൾ അത് ഇവര് അറബികളുടെ സ്ഥിരമായിട്ടൊരു സ്വഭാവമാണത്. എന്ത് പറഞ്ഞാലും ഒരു ചീത്ത വാക്ക് അവർ പറയും. അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ ഒരു ചീത്ത വാക്ക് പറയും, ഒന്നുമല്ലൊക്കെ അതൊന്നും എന്തെങ്കിലും ഒരു വാക്ക് പറയും. അത് ആ പതിവിൽ അങ്ങനെ പറയും. നമ്മളിപ്പോൾ എന്തെങ്കിലും തെറ്റിയിട്ട് കൊടുത്താൽ അപ്പോഴും ചീത്ത പറയും. എന്നിട്ട് പറയും ഇതാണ് ഈ സാധനം, ഇതിൻ്റെ പേരാണിത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിച്ചത് ഞാൻ. അതിന് രക്ഷപ്പെട്ടല്ല അവർ തിരുത്തി തരും, എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരും പിന്നീടല്ലേ. പിന്നെ എനിക്ക് കിട്ടിയ ജോലി എന്ന് പറഞ്ഞാൽ ടെലിഫോൺ ഓപ്പറേറ്റർ. അവിടെ നല്ലോണം അറബി സംസാരിക്കണം. ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലേ. അത് കാരണം ഇപ്പോൾ ആൾക്കാർ ഞാൻ അറിവ് പറയുമ്പോൾ എന്നോട് ചോദിക്കും നീ ഇങ്ങനെ അറിവ് സംസാരിക്കണം. അപ്പോൾ ഈ ടെലിഫോൺ ഓപ്പറേറ്റർ ആയിട്ട് ഇരുന്നതിൻ്റെ ശേഷം അത്രയും ഫ്ലൂവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. മറ്റേ വേർഡുകൾ പഠിച്ച് പിന്നെ സംസാരിക്കാൻ അങ്ങ് കൂട്ടി പറയണം, സെൻറ്റൻസ് ആക്കി പറയണല്ലേ. ഭാഷ അവിടുന്ന് മാറി. ഈ ടെലിഫോൺ ഓപ്പറേറ്ററിന്റെ ജോലി ഷെയ്ഖ് പറഞ്ഞിട്ടാണ് വരുന്നത്. എനിക്കൊന്നും അറിയില്ല. ഞാൻ ആ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യുന്ന 80 മെയ് 20-ാം തീയതി. ഷെയ്ഖ് അണ്ടർ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൻ്റെ അണ്ടർ സെക്രട്ടറിയാണ് അയാൾ. അപ്പോൾ അന്ന് ഞാൻ ജോലിക്ക് വേണ്ടി ഇങ്ങനെ ശ്രമിച്ചപ്പോൾ ഷെയ്ഖിൻ്റെ കെയർ ഓഫിൽ ഒരു
അബുദാബി ഡിഫൻസിലേക്ക് ഒരു ജോലി. അന്ന് 600 രൂപ ഡിഫൻസിലെ ശമ്പളം. അവിടെ എനിക്ക് ഷെയ്ഖ് ഹമീദ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ലെറ്റർ തന്ന് അബുദാബി ഡിഫൻസ് ജോലിക്ക് വേണ്ടി. ഈ ഷെയ്ഖ് ഡോക്ടർ ഷാഹൂദ് എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ 2 ജോലി ജോലി ഒന്നിച്ചാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഷെയ്ഖിൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്തുകൊണ്ട് അയാളുടെ കെയർ ഓഫിൽ കിട്ടിയ ജോലിയില്ല എന്നുള്ളതിലേക്ക് ഞാൻ ഹോസ്പിറ്റലിൽ അന്ന് 600 രൂപ ഡിഫൻസിൽ കഷ്ടപ്പാടും കൂടുതലാണ്. ഇത് പറഞ്ഞാൽ ഒരു വിഷമമില്ലാത്ത ജോലിയാണ് ടെലിഫോൺ ഓപ്പറേറ്റർ. അങ്ങനെ ശമ്പളം എത്ര അന്ന് എനിക്ക് 1700. അന്ന് 1700 1950 ആ. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ സ്വിച്ച് ബോർഡിൽ ഒരു അറബി ഇരിക്കുന്നൊരു സോമാലി പെണ്ണും. ഞാനവിടെ ചെന്നിരുന്നേക്ക് ഇവർ രണ്ടുപേരും പോയി. ഇവർ ടെമ്പററി ആയിരുന്നു. ഞാനവിടെ ഇരുന്ന് ഈ പറഞ്ഞ മാതിരി ഇത്തസലാത്തിൽ നിന്ന് മലയാളികളൊക്കെ അവിടെ വരും, ടെക്നീഷ്യന്മാർ. അവർ വരുമ്പോൾ അവരും കൂടെ പറഞ്ഞിട്ടും അങ്ങനെ പഠിച്ച് ജോലി ചെയ്തത്. എന്താണ് ഫോൺ വന്നിരുന്നത് അവിടേക്ക് അന്നത്തെ? രോഗികളെ അറിയാനും പിന്നെ അവിടുത്തെ കാര്യങ്ങൾ അറിയാനും ഇതിനൊക്കെ. ഇപ്പം നമ്മളെല്ലാവർക്കും നമ്മൾ തന്നെയല്ലേ ഓപ്പറേറ്റർക്ക് വന്നിട്ടല്ലേ മറ്റുള്ളവർക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. മുതിർന്നായാലും ആർക്കായാലും നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ചോദിക്കുന്നതിനും പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റൽ വാർഡിനെ പറ്റിയും രോഗിയെ പറ്റിയൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ നമ്മൾ ആൻസർ ചെയ്യണം. ഡോക്ടറെ പറ്റി ചോദിച്ചാൽ പറയണം. പിന്നെ അന്ന് ഈ ഡോക്ടർമാരുടെ കയ്യിലൊക്കെ ഒരു പേജറാണ്, മൊബൈൽ എല്ലാവരിലും ഇല്ല, പേജറാണ്. അപ്പോൾ നമ്മൾ പേജറിൻ്റെ മെയിൻ സ്വിച്ച് ഇത് നമ്മുടെ ഇതാണ്. ഒരു ഡോക്ടറെ വിളിക്കണം, ഓൺ കോൾ ഡോക്ടറെ വിളിക്കണമെങ്കിൽ ആ പേജർ അടിക്കും, അവർ റിപ്ലൈ ചെയ്യും നമുക്ക്. ഇതൊക്കെ നമ്മൾ ചെയ്യണം. അതൊക്കെ ഇപ്പോൾ മിക്കവാറും ഇപ്പം ഡോക്ടർമാരൊക്കെ പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കും. അല്ലാതുള്ളവരൊക്കെ ഇപ്പോൾ ഇവിടുന്ന് വിളിക്കുന്നവരൊക്കെ അറബിനെ സംസാരിക്കുള്ളൂ. ഈ കാലത്തിനിടക്ക് വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ടല്ലോ. 3 പെങ്ങന്മാരുണ്ട്, 5 അച്ഛനെയും കൊണ്ടുവന്നെങ്കിലും ഇപ്പോൾ വീട്ടിലിങ്ങനെ ഈ ഞാൻ ഉണ്ടായിരിക്കണം എന്ന് വിചാരിച്ചൊരു പെങ്ങന്മാര് ചില അവരെ കല്യാണം കഴിക്കലോ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉപ്പ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഉപ്പ മരിക്കുന്നതിൻ്റെ മുന്നേ എല്ലാം ഇടപാട് അതൊക്കെ കാര്യങ്ങളൊക്കെ കഴിച്ചാണ്. പിന്നെ ജ്യേഷ്ഠനെ കൊടുന്നു, അനിയനെ കൊടുന്നു. അല്ലാതെ വേറെ വലിയൊരു ഇതൊന്നും ഞാൻ അന്ന് ചെയ്തിട്ടില്ല. അല്ല, അങ്ങനെ വീട്ടിലിപ്പോൾ ഞാൻ എനിക്കും കൂടി പങ്കെടുക്കാൻ പറ്റി നന്നായിരുന്നു തോന്നിയൊരു എന്നപ്പോൾ എനിക്കൊരുപാട് ഈ ബിസിനസ് കുറേയൊക്കെ ഞാൻ തുടങ്ങിയാൽ കുറേ ബാധ്യതകളൊക്കെ വന്നു. അതൊക്കെ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ട് തന്നെ വീട്ടിൽ എത്തും. ഇപ്പം ഇവരെ കല്യാണത്തിനൊക്കെ പോകാൻ പറ്റിയെന്നോ? പെങ്ങന്മാരുടെയും പെങ്ങന്മാരുടെ എല്ലാതൊക്കെ നാട്ടിലാണല്ലോ, ചെറുപ്പത്തിലല്ലേ. ചെറുതായിരിക്കും. അനിയൻ്റെ കല്യാണത്തിനാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും താഴെയുള്ള പെങ്ങളുടെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ ഫാമിലിയൊക്കെ എപ്പോഴാണ് ഏതൊരു കാലത്ത് എങ്ങോട്ട് വരുന്നു? ഫാമിലി ഞാൻ 68 കല്യാണം കഴിച്ചത്. 68 കല്യാണം കഴിച്ച് 69 ഇവിടെ വന്നു. 68 കല്യാണം കഴിഞ്ഞാൽ 68 തന്നെ അവർ വന്നു. 69 ആദ്യത്തെ മോന് എനിക്ക് മൂത്തവന് ഉണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ട്. അത് സാർ ഹോസ്പിറ്റലിൽ തന്നെ. അതിന് ശേഷമാണ് പിന്നെ 70 അത് മാറുന്നത് അല്ലേ? അപ്പോൾ ഷെയ്ഖിൻ്റെ വീട്ടിലുള്ള സമയത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ അവർ 70 ഞാൻ ഹോസ്പിറ്റലിൽ കയറുന്നത്. 70 ഞാൻ ഇവിടെ വന്ന്. അല്ല 88 കല്യാണം കഴിഞ്ഞത്. സോറി 68 അല്ലല്ല 68 88 കല്യാണം കഴിഞ്ഞ് 88 തന്നെ അവരിവിടെ വന്ന് 4 മാസം കഴിഞ്ഞ ഉടനെ ഇവിടെ വന്ന് 89 മൂത്ത മോൻ ജനിക്കുന്നത്. അത് നമുക്ക് ഇവിടെ ഈ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ 23 വർഷമായുള്ളൂ. അതിന് മുന്നേ ഇവിടെ അടുത്ത് തന്നെയായിരുന്നു. ഒരു 3-4 നാലാമത്തെ വീടാണ്ടാണിത്. ഇവിടെ ഈ ഒരു വീട്ടിൽ താമസം തുടങ്ങി 23 വർഷമായി. അപ്പോൾ ഈ വീടും ഈ ചുറ്റുഭാഗമൊക്കെ ശരിക്കും സ്വന്തം വീട് തന്നെ ആയിട്ട് നാട് തന്നെ ആയിട്ടുണ്ട്. അത് തന്നെ ഇപ്പം ഈ ഇങ്ങനെയൊക്കെ കിടക്കുന്നില്ലേ, ഇവിടുന്ന് മാറാൻ മടിയായിട്ടാ. ഈ വീടിനോടുള്ള അറ്റാച്ച്മെന്റ് ആണ് ഇവിടുന്ന് പോവാത്തത്, ഇല്ല മാറാത്തല്ലേ? ഇവര് അറബി ഒന്നും ചെയ്തു തരില്ല. അത് ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പണികളും കിടക്കൊക്കെ ചെയ്യും. ഇപ്പൊ അതൊക്കെ പെയിന്റ് അടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പരിസരങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാലോ? അല്ലേ, കമറുഖാന്റെ നാടാണത്. ഈ സ്ഥലത്തിന് എന്താ പ്രാദേശികമായിട്ട് പറയാം? ഇത് മമൂറ. മസർഗമിലെ മമൂറ അല്ലേ? ഇവിടുത്തെ ഓരോ ആളുകളും ഇവിടെ എല്ലാവരും നമ്മൾ മലയാളികളുണ്ടോ അവിടെ? പിന്നെ മലയാളികൾ കുറേ ആളുകൾ കുറവാണ്. അറബികൾ കുറവാണ്. ഓക്കെ, ഇവിടുത്തെ ഓരോ ആളുകളെയും പരിചിതമാണ്.
അറബി വീട് അത് മാത്രമേ ഉള്ളൂ, ആ വലിയ വീട്. അവിടെ മാത്രമല്ല, ബാക്കി അറബികൾ, ഇതും അറബി വീടാണ്. പിന്നൊക്കെ മലയാളിയും ബംഗാളിയും ഒക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. കുട്ടികളൊക്കെ ഇവിടുത്തെ സ്വന്തം കുട്ടികൾ. ഇവിടെ കട പരിചയമുള്ള ആളുകളാണോ? ഇത് അമീർ. ആ, ഇത് രണ്ടും ഗ്രോസറി, രണ്ടും മലയാളികൾ തന്നെ. ഇത് ഇബ്രാഹിം, നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ്. ഇബ്രാഹിക്ക, നിങ്ങള് അമീർ, നിങ്ങളതാണ് ഷോപ്പ്. നാട്ടില് എറണാകുളത്ത്. നിങ്ങളെവിടെ? മണ്ണാർക്കാടാ. ഇവര് നാട്ടിൽ നിന്നൊന്നുമില്ല, സുപ്രഭാതം പത്രത്തിന്റെ. കമറുക്കാനെ കുറിച്ചിട്ടേ ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു. കമറുക്കാൻ്റെ നാടാണല്ലോ, നിങ്ങളൊക്കെ നാടാണതിൽ. 40 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. നിങ്ങളും അത്രയൊക്കെ ആയി ഉണ്ടാവും? 55. ശരി ശരി. എല്ലാവരും ഇവിടുത്തെ ആളുകൾ തന്നെ ആയി മാറി അല്ലേ? നാട്ടിലേക്ക് പോലില്ലേ? നാട്ടില് അമീർ പോയി വന്നിട്ടുള്ളൂ, കുറച്ച് ദിവസമായിട്ടുള്ളൂ. ശരി. നിങ്ങളെ എങ്ങനെയാണ് ഇവിടെ ബാക്കി നാട്ടിലേക്ക് പോലെ വൈകുന്നേരങ്ങളിൽ കഥ പറഞ്ഞിരിക്കലൊക്കെ ഉണ്ടാ? ഇവിടെ വരുന്നവര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കും. അല്ല, നാട്ടിലൊരു കട ഉണ്ടെങ്കിൽ അതിന്റെ ചുറ്റുവട്ടത്തെ ആളുകൾ ബാക്കിയൊക്കെ അത് ഇവിടെ ഇല്ല. അങ്ങനൊന്നും ഉണ്ടാവില്ല. അത് പിന്നെ നെക്കലിലൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഇതൊക്കെ ഉള്ള ഏരിയല്ലേ? ഉണ്ട് ഉണ്ട്. വരും വരും. ഉപ്പിൽക്കാണ് ഞങ്ങൾ ശരിക്കും നിങ്ങളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഉപ്പിൽക്കൊക്കെ എന്താ പറയാ ശരിക്കും? ഇവിടെ പറയാനൊക്കെ ഒരു ഇതൊക്കെ പറഞ്ഞിരിക്കും. ഇവിടെ വന്നപ്പോൾ ഇത്ര വാസ്തായ ഒരു പറഞ്ഞ അനുഭവ സമ്പത്തുള്ള ഒരു അനുഭവ സമ്പത്തുള്ള അപ്പം ഒരുപാട് അനുഭവങ്ങൾ ഞാൻ ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഒരുപാട് പഴയ കാലങ്ങളിലെ ആ ഇമാറാത്ത് നമ്മുടെ മനസ്സിലേക്ക് കോറിയിടുന്ന രീതിയിലുള്ള ഒരു അനുഭവങ്ങൾ അദ്ദേഹം നമ്മളുമായിട്ട് ഞാനായിട്ട് സംസാരിച്ചു. അൽഹംദുലില്ലാ, ഇങ്ങനെ ഒരാളെ നമുക്ക് കാണാൻ പറ്റിയതിൽ അവർ നമുക്ക് അല്ലേ പഴയ സംഭവം നമുക്ക് വളരെ സിമ്പിളായിട്ടാണ് പല കാര്യങ്ങളും പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു കാലത്ത് തന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് പലതും കണക്റ്റ് ആകുന്നില്ല. അപ്പോൾ ആ കാലത്ത്, അതായത് ഈ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു കാലത്ത് തന്നെ കണക്റ്റ് ആവാത്ത, ഒരാൾ അറിയുന്ന ഒരാളില്ല, ഏതൊരു ബന്ധുണ്ട് ഷാർജയിൽ ഉണ്ടെന്ന് അറിയുന്നല്ലാതെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? അതിന്റെ അപ്പുറത്തേക്ക് പറയേണ്ട കാര്യം 14 വയസ്സാണ്. 14 വയസ്സിൽ നമ്മൾ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പോലും എത്തിയിട്ടില്ല. ആ ഒരു പ്രായത്തിൽ വീട്ടിൽ നിന്ന് ബോംബെയിലേക്ക് വരുന്നു, അവിടുന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് ലാൻജിക്ക് റിസ്ക് ഏറെയുള്ള ലാൻജിക്ക് കയറി ഇവിടെ എത്തുന്നൊക്കെ പറയുമ്പോൾ സംഭവം ഞങ്ങൾ ഹാറ്റ്സ് ഓഫ് എന്നൊക്കെ പറയുന്ന പോലെ ഇത്രയും കാലം ഉണ്ടായി. പിന്നീട് ഇത് സ്വന്തം നാടായി മാറി. ഇപ്പൊ ഒരു ചെറുപ്പം അല്ലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ആള് 55 വർഷം മുമ്പാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആള് മാഷാ അല്ലാഹ് നമുക്ക്. അതുപോലെ നമ്മുടെ പ്രസ്ഥാനത്തിന് ഇപ്പം ഇവിടുത്തെ റാസുൽ ഖൈമ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ഇവരുടെ വീട്ടിലാണ് നമ്മുടെ അധികം മജ്‌ലിസ് നൂറുകളൊക്കെ നടക്കാറുള്ളത്. അപ്പോൾ പ്രാസ്ഥാനികപരമായിട്ട് നമുക്ക് ഒരുപാട് വലിയൊരു തണലും കൂടിയാണ് അദ്ദേഹം. ഈ തണൽ എല്ലാ കാലത്തും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ദീർഘായുസ്സ്. നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കാൻ പറ്റിയൊരു ഏറ്റവും വലിയൊരാൾ. അൽഹംദുലില്ലാ, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. നമുക്കുള്ളൊരു സമ്പാദ്യം അതൊക്കെ തന്നെ ഉള്ളൂ. ഈ ഇത്രയും കാലം ആരും വെറുപ്പിക്കാതെ ഇങ്ങനെ നിന്ന് പോയി എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളൊക്കെ നേരാണ്. ഇവരുടെ 53ാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാവട്ടെ ഇവിടെ തന്നെ. ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാനല്ലേ, ഈ അടുത്ത തലമുറക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ, യുടെ കഥകൾ പറഞ്ഞു കൊടുക്കാനൊക്കെ. ഇപ്പം എനിക്ക് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന കാലത്തെ ആ ഒരു ഫീലിംഗാണ് ഇപ്പം എനിക്ക്. കാരണം എന്നെ അറിയുന്നവരൊന്നുമില്ല. ഒരുവിധ ആൾക്കാരൊക്കെ തിരിച്ച് നാട്ടിൽ പോയി, കുറേ ആൾക്കാരൊക്കെ മരണപ്പെട്ട്. ഇപ്പോൾ ഉള്ളവരിപ്പം ഞാൻ എക്കൽ ബജാറിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലരൊന്നും എന്നെ അറിയില്ല. അപ്പം ഞാൻ എല്ലാവരും വിസിറ്റിങ് ഒന്നാണോ എന്നൊക്കെ ചോദിക്കും ചില കടകളിൽ കയറിയാൽ. ഇവിടെയൊക്കെ വരുന്നതിന് ഈ കടയിൽ നിന്നൊക്കെ വരുന്നതിന് ഇവിടെ വിസിറ്റ് നടന്നിരുന്ന ആൾക്കാരാണ് അവർക്കറിയാം. അപ്പോൾ ഇങ്ങനൊരു നല്ല വലിയൊരു മനുഷ്യനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന സുപ്രഭാതത്തിന് ഞങ്ങൾ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് നന്ദി. എല്ലാവർക്കും സന്തോഷം. ഹാപ്പി. ഓക്കെ.